ഹായ് ഫ്രണ്ട്സ്, ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതായത് ജനുവരി മാസത്തെ ഭക്ഷ്യ വിഹിതങ്ങൾ കൈപ്പറ്റാൻ ഈ ഒറ്റ ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അത് നാളെ ഫെബ്രുവരി 6 അപ്പോൾ ഇനി ജനുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ ആരെങ്കിലും കൈപ്പറ്റാൻ ബാക്കിയുണ്ടെങ്കിൽ അത് നാളെ പോയി കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം തിങ്കളാഴ്ച ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ വിതരണം തുടങ്ങുന്നതായിരിക്കും. മറ്റൊന്ന് പറയാനുള്ളത് ഭക്ഷ്യ കിറ്റിന്റെ വിതരണമാണ്. ഭക്ഷ്യ കിറ്റിന്റെ വിതരണം ഇപ്പോൾ സജീവമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പിങ്ക് കളർ കാർഡുള്ള ആളുകൾക്കാണ്. പല റേഷൻ കടകളിലും എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും കിറ്റ് വിതരണം നടക്കുന്നുണ്ട്. റേഷൻ കടക്കാരുടെ റിസ്കിൽ അവർ നൽകുന്നതാണ്. കാരണം എല്ലാ ആളുകൾക്കും ഈ പോസ്റ്റ് മെഷീനിൽ കിറ്റ് അവൈലബിൾ ആയി കാണിക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും കിറ്റ് വിതരണം ചെയ്യുന്നതിൽ തടസ്സം ഇല്ലാത്തതുകൊണ്ട് പല റേഷൻ കടക്കാർക്കും ആദ്യം വരുന്ന ആളുകൾക്കെല്ലാം കിറ്റ് നൽകുന്നുണ്ട്. അത് കാർഡിന്റെ നിറമോ നമ്പറോ ഒന്നും നോക്കുന്നില്ല. അപ്പം അങ്ങനെയും കിറ്റ് വിതരണം നടക്കുന്നുണ്ട്. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് ഔദ്യോഗികമായിട്ട് കിറ്റ് വിതരണം മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മാത്രമാണ് വിതരണത്തിനുള്ള ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ ഒട്ടുമിക്ക റേഷൻ കടകളിലും പിങ്ക് കളർ കാർഡുകാർക്കുള്ള കിറ്റുകൾ സ്റ്റോക്ക് എത്തി വിതരണം നടക്കുന്നുണ്ട്. നീല കാർഡുകാർക്ക് കിറ്റ് വിതരണം ചെയ്യാനായിട്ട് സ്റ്റോക്കുകൾ റേഷൻ കടയിൽ എത്തിയിട്ടില്ല. കാർഡിന് എന്ന് പറഞ്ഞിട്ടുള്ള കിറ്റ് റേഷൻ കടകളിൽ എത്തി അത് വിതരണം ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നീല കാർഡുകാർക്ക് അത്തരത്തിലല്ല, കിറ്റ് വിതരണത്തിന് ആവശ്യമായിട്ടുള്ള കിറ്റ് വിതരണം എത്തിയിട്ടില്ല. എങ്കിലും ചില റേഷൻ കടക്കാർ വന്ന കിറ്റിൽ നിന്ന് എല്ലാ ആളുകൾക്കും കിറ്റ് വിതരണം നടത്തുന്നുണ്ട്. അത്തരത്തിലാണ് കിറ്റിന്റെ വിതരണം ഉള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നാളെ മാത്രമാണ് ജനുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ കൈപ്പറ്റാനുള്ള അവസാന അവസരം. ഇത്രയാണ് നാളത്തെ റേഷൻ വിതരണത്തെ കുറിച്ച് പറയാനുള്ളത്. ബജറ്റിൽ പ്രഖ്യാപിച്ച 10 കിലോ അരി 15 രൂപ നിരക്കിൽ നീല വെള്ള കാർഡിനുള്ള വിതരണം ഫെബ്രുവരി മാസം ഉണ്ടാവുകയില്ല. അത് മാർച്ച് മാസത്തിലും ഏപ്രിൽ മാസത്തിലും മാത്രമായിരിക്കും. അപ്പം അതിന്റെ വിതരണം അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും വലിയ ഭക്ഷ്യ കിറ്റാണ് ഇനി ഏപ്രിൽ മാസം ലഭിക്കാൻ പോകുന്നത്. ഈ ഇലക്ഷൻ നടക്കുന്ന മാസം ലഭിക്കാൻ പോകുന്നത് ഈസ്റ്റർ, വിഷു, റംസാൻ ഇത് മൂന്നും കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ഉത്സവ കിറ്റ് നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത്. 1000 രൂപയുടെ കിറ്റ് ആയിരിക്കും. ഈസ്റ്റർ 4-ാം തീയതി ആയതുകൊണ്ട് തന്നെ അന്ന് ആർക്കും ഈ ഒരു കിറ്റ് ലഭിക്കുകയില്ല. എങ്കിലും വിഷുവിന്റെ സമയത്ത് ഏകദേശം ആളുകളിലേക്ക് ഇത് കിറ്റ് എത്തിക്കുകയും റംസാൻ പൂർത്തിയാകുന്നതോടുകൂടി കിറ്റ് വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അപ്പം അത്തരത്തിലാണ് ഈ ഒരു കിറ്റിന്റെ വിതരണം ഉണ്ടാവുക. അതിനു മുമ്പ് ഇനി നമുക്ക് 2 കിറ്റുകൾ കൂടി ലഭിക്കും. ഈ ജനുവരി മാസത്തെ കിറ്റ് ലഭിക്കാത്തവർക്ക് 3 കിറ്റ് കൂടി ലഭിക്കും. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.